എവിടെയാണ് ശത്രു നമ്മളെ പിടിച്ചു വെച്ചോ ആ പിടി പൊട്ടി മാറാൻ കരം കൊണ്ടുവന്നവർ കരമടിച്ച്, വായി കൊണ്ടുവന്നവർ വായി തുറന്ന് ആത്മനിറവോടുകൂടി അല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. വചനം പറയുന്നു, നേരായി സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ, നേരായി സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിപ്പിക്കുന്ന ദൈവമല്ലോ. എല്ലാവരും സ്തുതിച്ചു തുടങ്ങിക്കോ, എല്ലാവരും സ്തുതിച്ചു തുടങ്ങിക്കോ. ശക്തിയോടെ കരമടിച്ചുകൊണ്ട് ആത്മനിറവ് പ്രാപിക്കപ്പെട്ട തന്റെ ജനം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കോ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേട്ടോ സാറാപ്പുകളെ കുറിച്ച്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായം നമ്മൾ കേട്ടു. പലരുടെ മേലും അഭിഷേകം വീഴുന്നു കഴിഞ്ഞിരിക്കുകയാണ്. പലരുടെ മേലും കെട്ട് പൊട്ടിയിട്ടുണ്ട്, പലരുടെ മുഖം തകർന്നിട്ടുണ്ട്, പലരുടെ കോട്ട തകർന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന് നന്മ പിടിച്ചു വച്ചത് നിന്റെ വീട്ടുകാർ തന്നെ. സ്വോത്രം പറ, സ്വോത്രം പറ, സ്വോത്രം പറ. ഭർത്താവ് ആരാധിച്ചാൽ ഭാര്യ പള്ളിയിൽ പോകത്തില്ല, ഭർത്താവ് അല്ലെങ്കിൽ അപ്പനും അമ്മയും പയ്യ മക്കൾ പോകത്തില്ല. അങ്ങനെ പോകാത്ത നിന്റെ വീട്ടിനകത്ത് അനുഗ്രഹം എങ്ങനെ വരും? അനുഗ്രഹം എങ്ങനെ വരും? ദൈവത്തിന് അനുഗ്രഹം അശുദ്ധന്മാർക്ക് കൊടുക്കത്തില്ല, ദൈവത്തിന്റെ നന്മ അശുദ്ധന്മാർക്ക് കൊടുക്കത്തില്ല. വിശുദ്ധീകരിക്കപ്പെട്ട തന്റെ ജനത്തിനുള്ളതാണ് ദൈവത്തിന്റെ നന്മ. ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറ, ഹല്ലേലൂയ പറഞ്ഞാട്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ പലരും പ്രാർത്ഥിച്ചിട്ട് പറയുന്നത്, 50 വർഷമായി ഞാൻ ബെന്തക്കോസിൽ വന്ന് എൻ്റെ വീട്ടിൽ നന്മ വന്നില്ല. ആദ്യം നിന്റെ ഭർത്താവ് മാനസാന്തരപ്പെടണം, ആദ്യം നിന്റെ മക്കൾ മാനസാന്തരപ്പെടണം. അങ്ങനെ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് ഒരുമിച്ച് ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് വിശുദ്ധനായ ദൈവത്തിന് പ്രസാദമുള്ള ആരാധന കൊടുത്ത നിന്റെ വീട്ടിൽ ആരും നിനക്ക് കൊണ്ടുവരാതെ യേശു നിന്നെ അനുഗ്രഹിപ്പാൻ ഇടയാക, യേശു അനുഗ്രഹിപ്പാൻ ഇടയാക. യേശുവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ഹല്ലേലൂയ. വിശുദ്ധിയും വേർപാടും പാലിക്ക്, വിശുദ്ധിയും വേർപാടും പാലിക്ക്. അശുദ്ധിയെല്ലാം ചാരമാകാൻ വേണ്ടി പ്രാർത്ഥിക്ക്. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ വിശുദ്ധിയിൽ നിൽക്കാം, എനിക്ക് വിശുദ്ധി വേണം, എനിക്കൊരു വേർപാടുണ്ട്, എനിക്കൊരു വിശുദ്ധിയുണ്ട്. ഞാൻ വീണ്ടെടുക്കപ്പെട്ട കൂട്ടം. എത്ര പേര്, എത്ര പേര്, എത്ര പേര്. ചിലരൊക്കെ പ്രവചിക്കുന്ന ഞാൻ കാണുന്നു, ചിലരൊക്കെ പ്രവചിക്കുന്ന കാഴ്ച ഞാൻ കാണുന്നു. ചിലരുടെ മേലൊക്കെ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അഭിഷേകം നിങ്ങളുടെ ഭയങ്കര സ്പിരിറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് മനസ്സിലായി. അനേകരുടെ അസ്ഥിക്കകത്ത് കയറി അഭിഷേകം, അസ്ഥി മഞ്ചകൾക്കകത്ത് കയറി അനേകരുടെ അസ്ഥിയുടെ കെട്ട് പൊട്ടി, അസ്ഥി തേയ്മാനങ്ങൾ അഴിച്ചു മാറ്റി, രോഗ കിടക്ക മാറ്റി വിരിച്ചു. വെൽക്കം, 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 വെൽക്കം ഹോളി സ്പിരിറ്റ്. ഓ പ്രാവശ്യം, 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 പ്രാവശ്യം. ഒരു വലിയ ഉണർവിന്റെ കാറ്റ് ഇതിനകത്ത് വീശുന്നുണ്ട്, ഒരു ഉണർവിന്റെ കാറ്റ് വീശുന്നുണ്ട്. ചില വൻമരകൾ കടപുഴകുന്നു. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ. നീ ആത്മാവിന്റെ ചൈതന്യമില്ലാത്ത സഭയ്ക്കകത്ത് പോകരുത്. അവിടെ ദുരാത്മാവിരിക്കും. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആത്മാവ് ജീവിപ്പിക്കുന്നതൊന്ന്, ജീവൻ കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ, ആമേൻ. ജീവന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ വേദപുസ്തകത്തിലേക്ക് നമുക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം ഒന്ന് വേഗത്തിൽ വായിച്ച് നമ്മൾ ഹല്ലേലൂയ ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ആമേൻ. ഇന്ന് പോൽക്കാലം പലരുടെ മേലും അഭിഷേകം വീഴും. അഭിഷേകത്തിന്റെ കനൽ വീഴാൻ പോകുക. അഭിഷേകത്തിന്റെ കനൽ, അഭിഷേകത്തിന്റെ കനൽ. ഹല്ലേലൂയ. കൈയുടെ ഷോളറിന്റെ കഴപ്പ് ഇതിനകത്ത് ചിലരുടെ ശരീരത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റാൻ പോകുന്നു. കൈയുടെ ഷോളറിന്റെ കഴപ്പ്, കാതിന്റെ ഇട അല്ലല് ഭാഗത്ത് കൂടി, ഓ ചാലലിയ ഒരു വശത്ത് കൂടി ഒരു മരവിപ്പ് കൊണ്ടുവരുന്ന ഒരു വ്യക്തി ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആ വ്യക്തിയുടെ രോഗസൗഖ്യം നടക്കുകയാണ്. ആ വ്യക്തിയുടെ രോഗസൗഖ്യം നടക്കുന്നു. ഓ മെഡിക്കൽ കോളേജിൽ നീ പോകണ്ട, അല്ലേലിയ ആരെയും നീ ആശ്രയിക്കാൻ പോകണ്ട. യേശുവിനെ ആശ്രയം വയ്ക്ക്. യേശു തന്നെ ആശ്രയം. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. അവനൊപ്പം പറയാൻ ആരുമേയില്ല, അവനെപ്പോൾ ആരാധ്യനില്ല. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല. അവനെ ആരാധിക്കുവാൻ, അവനെ ആരാധിക്കുമെങ്കിൽ ഞാൻ ഈ വചനത്തിലേക്ക് വരുമ്പോൾ തന്നെ പലരും ഇന്ന് അഭിഷേകത്തിന്റെ അക്ഷരാർത്ഥത്തിൽ നിറയാൻ പോകുക. അക്ഷരാർത്ഥത്തിൽ കർത്താവിന്റെ ദാസി പറഞ്ഞു, ഹല്ലേലൂയ, സാറാപ്പുകളിൽ ഒരുവൻ തീ കൊരട് കൊണ്ടെടുത്തു നിന്റെ നാവിനെ തൊടുവിക്ക്. ആ നാവിന്മേൽ തീക്കനൽ വരുന്ന നാളിൽ അന്യായമായി ഇരുന്നതല്ല, കുടുംബങ്ങളിൽ നിന്ന്, നാവുകളിൽ നിന്ന്, ഈ മനുഷ്യരീരങ്ങളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു.
ഇതിനകത്ത് അനീഷ് എന്ന് പറയുന്ന ഒരു തലമുറയുടെ മേൽ ഒരു കിരീടം വീഴുന്നുണ്ട്, ഒരു കിരീടം വീഴുന്നുണ്ട്, ഒരു കിരീടം വീഴുന്നു. അത് വെളിപ്പാട് പുസ്തകത്തിലുള്ള കിരീടമാണ്. ആ കിരീടം കിട്ടിയവരെ കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു, ജയിച്ചവരോട് കൂടെ അവരെ ദൈവം ഇരുത്തും, ജയിച്ചവരോട് കൂടെ, ജയിച്ചവരോട് കൂടെ. ആരെല്ലാം പ്രാർത്ഥിക്കും, ആരെല്ലാം പ്രാർത്ഥിക്കും, ആരെല്ലാം പ്രാർത്ഥിക്കും, ആരെല്ലാം പ്രാർത്ഥിക്കും. ഞാൻ തലയിൽ കൈവച്ചില്ലെന്ന് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, ഞാൻ തലയിൽ കൈവയ്ക്കുന്നില്ല. ആത്മാവ് ചിലരോട് പറയുന്നു, ഇന്ന് കിരീടം കിട്ടുന്ന ദിവസമാണ്. കിരീടം കിട്ടവൻ ജയിച്ചവന്റെ പക്ഷക്കാരനായിരിക്കും. നല്ല രാമയം പറ, നല്ല രാമയം പറ. നിങ്ങൾ പ്രസന്നാണോ? നിങ്ങൾ പ്രസന്നാണോ? അല്ലല്ലേ, നിന്റെ ഇമേജ് തകർക്കത്തില്ല കേട്ടോ, നിന്റെ ഇമേജ് തകർക്കത്തില്ല. നിന്നെ മാനിക്കുന്ന ദൈവം, നിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുന്നവൻ, നിന്നെ ശോഭയുള്ളവനാക്കുന്നവൻ, ഐശ്വര്യ സമ്പത്തും വർദ്ധിപ്പിക്കുന്ന എന്റെ ദൈവത്തെയാണ് ഇന്ന് വാൽക്കാലത്തിൽ കേട്ട പ്രസംഗം. ഓക്കെ പറ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കേട്ടു, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ വിധിക്കും. ഹല്ലേലൂയ, ആമേൻ. വായിക്കാം. യശപ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കത്തില്ല. അതിന്റെ നീതി പ്രകാശം പോലെയും അതിന്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും. മനസ്സിലായോ? ഇതാണ് ദൈവമക്കളുടെ രക്ഷ. ഹല്ലേലൂയ. ഇണ്ണയില്ലാത്ത വിളക്ക് മത്തായി സുവിശേഷത്തിൽ വരുമ്പോ ഹല്ലേലൂയ 10 കന്യകമാർ യാത്ര ഹല്ലേലൂയ പുറപ്പെട്ടതിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. അവിടെ എപ്പോഴാണ് അവരെ യാത്ര എന്നറിയാമോ? മണവാളൻ വരുമ്പോ ചേർത്തുകൊള്ളുവാൻ വേണ്ടിയുള്ള യാത്ര. അങ്ങനെ യാത്ര കടന്നു പോകുമ്പോ ഹല്ലേലൂയ മണവാളൻ വരപ്പെട്ടു. എത്ര പേര് മണവാളനോട് എടുക്കപ്പെട്ടെന്നറിയാമോ? കേവലം 5 പേര് മാത്രം. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവിടെ പറയാനൊരു പദമുണ്ട്. ഹല്ലേലൂയ, 5 പേര് മാത്രമേ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തുള്ളൂ. ഇന്നത്തെ ബെന്തക്കോസ് കോളം ഇതല്ലേ? വിളിക്കപ്പെടാത്തവരുടെ ആരാധന, തെരഞ്ഞെടുക്കപ്പെടാത്ത ബെന്തക്കോസ്, ആത്മാവില്ലാത്ത ബെന്തക്കോസ്, വെളിപ്പാടില്ലാത്ത ആരാധന, ജനത്തെ പിടിച്ചുകെട്ടി എണ്ണയില്ലാത്ത വിളക്കുകളായി മരവിച്ച ശരീരങ്ങളായി ഇരിക്കുന്നവരെ ദൈവം ചേർത്തിട്ടില്ല. വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്ത 5 കന്യകമാർ യഹോവയോട് ഏർത്തപ്പെടുവാനിടയായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വായിച്ച പ്രവചന പുസ്തകം അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. ഞാൻ അതിലേക്ക് കടന്നു വരുന്നു. അത് കത്തുന്ന വിളക്ക് പോലെ, അത് ശോഭയുള്ളതാണ്, അത് എണ്ണയുള്ളതാണ്, അത് ആത്മാവുള്ളതാണ്, അത് കൃപയുള്ളതാണ്, അത് ആത്മചൈതന്യമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൊച്ചപ്പന്റെ പള്ളിയിൽ കൊച്ചപ്പന്റെ ബന്ധക്കാർ പോകുമെന്ന് പറഞ്ഞ് ഇരിക്കാനുള്ളതല്ല ബന്ധക്കോസ്. മാമന്റെ പള്ളിയിൽ മാമന്റെ ആൾക്കാരെല്ലാം എന്റെ ബന്ധം പറഞ്ഞ് പോകുന്നതല്ല ബന്ധക്കോസ്. ബന്ധക്കോസ് എന്ന് പറഞ്ഞ ഹല്ലേലൂയ തേൻ ഉള്ളിടത്ത് വണ്ട് പോകുക, തേൻ ഉള്ളിടത്ത് വണ്ട് പോകുക, ആത്മാ ഉള്ളിടത്ത് ജനം പോകുക, ദൈവം ഉള്ളിടത്ത് ആത്മാക്കള് പോകുക. അവര് ബന്ധനം അഴുത് വിടുവിക്കപ്പെടും. എല്ലാവരും ആലോചിച്ചോ, ഒരു വ്യക്തി പോലും മിണ്ടാതിരിക്കരുത്, ഒരു വ്യക്തി പോലും മിണ്ടാതിരിക്കരുത്, ഒരു വ്യക്തി ഇതിനകത്ത് ചലിക്കാതിരിക്കരുത്. എല്ലാവരും പ്രസന്നായി ആരാധിച്ചോ, ആത്മാവിൽ ചൈതന്യം പ്രാപിച്ചോ. എന്റെ തലയ്ക്കകത്ത് ക്യാൻസർ എന്ന് വിധി എഴുതി വച്ച കെട്ട് പൊട്ടിയിട്ടുണ്ട്. ആ സഹോദരിയുടെ സാക്ഷി കേട്ടോ. അനേക പാസ്റ്റർമാരെന്ന് പറഞ്ഞ് നടക്കുന്ന അനേകര് പറഞ്ഞ് തനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ് വിധി എഴുതിയ ആ കെട്ടിനെ യേശു എടുത്തു മാറ്റിയത്. ഈ ദൈവത്തെ നീ ആത്മാവിൽ കാണ്. ഈ ദൈവം മതി എനിക്ക്. ഈ മരുഭൂമി യാത്രയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സഹോദര, ദൈവത്തിന്റെ ആത്മാവ് തന്നെ വീണ്ടും അധികം വെളിപ്പാടിലേക്ക് കൊണ്ടുവരാൻ പോവുക. സ്തോത്രം. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരി, വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരി. എപ്പോഴും ഒരു വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പ് ആരാധിച്ചതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണ് യേശുവിനെ ആരാധിക്കാൻ ഇറങ്ങപ്പെടുന്നവര്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിടുതൽ കൈ കിട്ടിക്കഴിഞ്ഞാൽ 8:30 ആരാധനയ്ക്ക് വരുന്നവർ 10:30 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അറിയാമോ, ആ വിടുതൽ ഒത്തേൻ അങ്ങ് താഴെ പോകും. പ്രൈസ് ദി ലോർഡ്. അത് ആരെയും കുഴപ്പമല്ല, ദൈവത്തെ നമ്മൾ പരീക്ഷിച്ചപ്പോൾ സംഭവിച്ചതാ. ഹല്ലേലൂയ. അവൻ തരുവാൻ മാത്രമല്ല എടുക്കുവാനും അറിയാം. വായിക്കാം.
വിളങ്ങി വരുവോളം തന്നെ ജാതികൾ നിന്റെ നീതിയെയും, സകല രാജാക്കന്മാര്, ഒരു രാജാവെന്നല്ല, സകല രാജാക്കന്മാര് നിന്റെ മഹത്വത്തെ കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. എത്ര പേർക്ക് പുതിയ പേരെന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഹല്ലേലൂയ പറ. അങ്ങനെയുള്ളവർ മാത്രമേ കൈപൊക്കാവൂ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഷാജി ബ്രദർ കട്ടി കൂടുതലാണ്, ഞാൻ അടുത്ത് ചോദിക്കുന്നതിന് നിങ്ങൾക്ക് പ്രോമൻസ് ഇല്ലാതെ വരും. ആമേൻ ആമേൻ. പുതിയ പേർ നിനക്ക് വിളിക്കപ്പെടും. ഇനി പുതിയ പേർ വിളിക്കപ്പെട്ടാൽ എൻ്റെ വീട്ടിൽ ആരും മാനസാന്തരപ്പെടാനില്ല, എൻ്റെ പട്ടണത്തിൽ മാനസാന്തരപ്പെടാനില്ല എന്ന് പറയുന്ന പദനാവിലെന്ന് വരരുത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പറയുന്നു, ഹല്ലേലൂയ, മാനസാന്തരം ഫലമാണ്. അത് മീശയും എടുത്ത് താടിയും എടുത്ത് കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും ഷൂവും ഇട്ടപ്പോൾ മാനസാന്തരമല്ല. ഹല്ലേലൂയ. വേദപുസ്തകം മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നു, മാനസാന്തരം ഫലമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. അപ്പോൾ ഇത് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജഡപ്രവർത്തികളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പെന്തക്കോസ്തിന്റെ അടയാളം വരത്തില്ല. പെന്തക്കോസ്തിന്റെ അടയാളം വന്നാൽ ലോകത്തിൽ കിടക്കുന്ന നിന്നെ അകത്തു കൊണ്ടുവരാൻ യേശുവിന് കഴിയും. പുറത്ത് കിടന്ന കൽപാത്രത്തെ അകത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിഞ്ഞു. കാരണം ഒരു കാര്യമാണ് വന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാദ്യത്തെ പ്രവൃത്തി അവിടെ നിന്ന് ആരംഭിക്കപ്പെടുന്നത് കാനാവിലെ കല്യാണ വീട്ടിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ ചില കുറവുകൾ നിവർത്തിക്കാൻ പോകുക, ചില കുറവുകളുടെ പരിഹാരം നടക്കാൻ പോകുന്നു. എങ്ങനെ മാനസാന്തരം നടക്കും? കാല് കഴുകാൻ വെള്ളമെടുത്ത പാത്രം മണിയറയ്ക്കകത്ത് ഇരുത്തുവാൻ യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചെങ്കിൽ അതിനകത്ത് നിറച്ച വെള്ളം വീഞ്ഞാക്കി മാറ്റിയെങ്കിൽ ഇന്ന് നിന്റെ അകത്ത് വീഞ്ഞായി മാറാൻ പോകുക ചിലത്. തയ്യാറെടുത്തോ 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 തയ്യാറെടുത്തോ. ഓ, എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? യേശുവിന്റെ നാമത്തിലുണ്ടോ? യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ മഹിമ കണ്ട സാക്ഷിയാണോ? മഹിമ കണ്ട സാക്ഷിയാണോ? മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ? താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കൊരു കാര്യം അറിയാം. ഒറ്റ പ്രസംഗത്തിൽ 1000കണക്കിന് രോഗികൾ സൗഖ്യമാകുന്ന വരെ ദൈവദാസി കൊടുത്തിട്ടുണ്ട്. ഒറ്റ പ്രസംഗം. പൗലോസ് ഒറ്റ പ്രസംഗത്തിൽ 3000 സ്നാനപ്പെട്ടതാണ്. ഇത് 1000 രോഗികൾ ഒറ്റ പ്രസംഗത്തിൽ വിടുതൽ നടക്കും. ഹല്ലേലൂയ. മെഡിക്കൽ കോളേജിന് അകത്ത് കിടക്കുന്ന കൂട്ടമായി വരാൻ പോകും. ഇനി അവിടേക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞു ഒരു സൈന്യം തന്നെ ഇറങ്ങി വന്ന് ചില വേദികളെ ദൈവം നിയമിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൂതമായി നിർത്താൻ ഓവസിന്റെ വയലിലേക്ക് എടുത്തെറിയാൻ പോകുക. അഭിഷേകം നിന്റെ ദുഃഖത്തെ പൊട്ടിക്കാം. വായു പൂട്ടി ഇരിക്കാതെ സഹോദര, എന്തിന് വായു പൂട്ടി ഇരിക്കണം? എത്ര വിടുതൽ ദൈവം തന്നു. ഇങ്ങനെ എന്തിന് ചാലയില് ചാഞ്ഞ മതില് പോലെ ആടുന്ന വേലി പോലെ ഇരിക്കാതെ ഒന്ന് മൂമായി ആരാധിക്ക്, ഒന്ന് മൂമായി ആരാധിക്ക്. അറിഞ്ഞ സത്യത്തിന് ഒത്തവണ്ണ എന്റെ ദൈവത്തെ സ്തുതിക്ക്. ലഭിച്ച ദൈവ കൃപയ്ക്ക് ഒത്തവണ്ണ ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. സകല രാജാക്കന്മാരും നിന്റെ നീതിയിലേക്ക് പ്രകാശത്തിലേക്ക് വരും. സ്വതന്ത്രം. രാജാവെന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജ്യത്തെ ഭരിക്കുന്ന ആൾക്കാരാ. രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ, സകല രാജാക്കന്മാരും നിന്റെ നീതിയിലേക്ക് വരും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനും രാജാവാകാം, രാഷ്ട്രപതിയാകാം, ആരോ ആയിക്കൊണ്ടുപോട്ടെ. ഹല്ലേലൂയ. എല്ലാ ദിവസവും എപ്പോഴും ഇരുട്ടിൽ വസിക്കുവാൻ ആരും ആഗ്രഹിക്കാറില്ല. വെളിച്ചത്തിലേക്ക് വരണമെങ്കിൽ വെളിച്ചമായി വെളിപ്പെട്ട് വന്ന ഒരുവനുണ്ട്. അവൻ 2 കാര്യം ജനത്തിന് കൊടുത്തു. ഹല്ലേലൂയ. എന്നെ നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ഞാൻ വിശുദ്ധനായി ഇരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായി ഇരിക്കുമെങ്കിൽ അങ്ങനെ ഉള്ളവരെ ചേർക്കാൻ ഞാൻ വീണ്ടും വരും. ഹല്ലേലൂയ. ഒന്ന് നരകമെന്നും ഒന്ന് സ്വർഗമെന്നും
ഈ രണ്ടടയാളം തന്റെ ജനത്തിന് ദൈവം കൊടുത്തു. ഇനി നരകത്തിൽ പോകാൻ വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട്. ഹല്ലേലൂയ, ആമേൻ. വിശുദ്ധി വേണ്ട, ആരാധന വേണ്ട, ഉപവാസം വേണ്ട, ഹല്ലേലൂയ, ആമേൻ, പ്രതിഷ്ഠ വേണ്ട, ഒന്നും വേണ്ട. തോന്നും പോലെ ജീവിച്ച് നരകത്തിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ വിശുദ്ധി വേണം, വേർപാട് വേണം, ഉപദേശം വേണം. ഹല്ലേലൂയ. ഈ സ്വർഗത്തിൽ പോകാനുള്ളവരെ ചേർക്കുവാൻ ദൈവം വരും. ഞാൻ പ്രാർത്ഥന പറഞ്ഞു 10 കന്യകമാരെ കുറിച്ച്. അതേപോലെ കുറച്ചു പേര് കർത്താവിന്റെ അടുക്കലേക്ക് വരും, മണവാളന്മാരെ ചേർക്കാൻ. ഇവിടത്തെ ഹല്ലേലൂയ സംഘടന പറഞ്ഞ് നിൽക്കുന്നവരെ ചേർക്കാൻ വരുമെന്ന് യേശു പറഞ്ഞിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ മയക്കുമരുന്ന് കുത്തിവെച്ച് പല വിശ്വാസികളെ കെട്ടിയിട്ടിരിക്കുമ്പോ കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, ആ കഴുതെ അഴിച്ചു കൊണ്ടുവരിക, ആ കഴുതെ അഴിച്ചു കൊണ്ടുവരിക. എന്റെ വാഹനത്തെ പിടിച്ച് കെട്ടിയിട്ടവൻ ആര്? ആ കഴുതെ അഴിച്ചു കൊണ്ടുവരിക, ഞാൻ അതിന്റെ പുറത്ത് സഞ്ചരിക്കട്ടെ. ഇന്ന് പൽക്കാലം പ്രതിഷ്ഠയുള്ള തന്റെ ജനം ആരാധിക്ക്. ചിലര് പറയുന്നു ഇന്ത പള്ളിയിൽ പയ്യാലേ സ്വർഗത്തിൽ പോകും, ചിലര് പറയുന്നു ഇന്ത പള്ളി പയ്യാലേ പോകും. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പള്ളിയുമില്ല. വിശുദ്ധി ഉള്ളവരെ ചേർക്കാൻ ദൈവം വരും. ജനത്തിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന കുറെ ലോക്കൽ മനുഷ്യർ ഇറങ്ങിയിട്ടുണ്ട്. ജനത്തിന്റെ മനസ്സിനെ കുരുടാക്കി വെച്ചു. വേഷധാരികളായി, കപടഭക്തിക്കാരായി, ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുന്നവരായി, കപടഭക്തി പ്രാർത്ഥന കഴിക്കുന്നവരായി ഇറങ്ങപ്പെട്ട ജനത്തിന്റെ കാത് തുറക്കുമാർ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുന്നു. സകല രാജാക്കന്മാരും നിന്റെ നീതി പ്രകാശത്തിലേക്ക് വരും. സകല രാജാക്കന്മാരും നിന്റെ പ്രകാശത്തിലേക്ക് വരും. സ്തോത്രം. അവിടെ സംഘടന പറഞ്ഞോ? അവിടെ സഭ പറഞ്ഞോ? പറഞ്ഞില്ല. സ്തോത്രം, സ്തോത്രം. ചിലര് ചില സഭയുടെ പേരൊക്കെ പറയണ കണ്ടു കഴിഞ്ഞാൽ യേശുവിന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ അതിനകത്ത് നടക്കുന്നത് കണ്ട ഹല്ലേലൂയ ഈച്ച അവിടെ നിന്ന് പോകത്തില്ല, ഈച്ച അവിടെ നിന്ന് പോകത്തില്ല. കാരണം നാറ്റം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. തീയുള്ളിടത്ത് ഈച്ച കയറത്തുമില്ല, തീയുള്ളിടത്ത് ഈച്ച കയറത്തില്ല. അത് ഈ ഹല്ലേലൂയ പ്രാണികൾ അതിനകത്ത് വീഴും, അതുകൊണ്ട് കയറത്തില്ല. ആമേൻ, ആമേൻ, സ്തോത്രം. ഇന്ന് പൽക്കാലം വിശുദ്ധിയോടെ യേശുവിനെ സ്തുതിച്ചാൽ അധികം ഫലം കായ്പിക്കാൻ യേശു തന്നെ തെരഞ്ഞെടുക്കും. ആമേൻ. അതിനു വേണ്ടി ഒരുങ്ങപ്പെടുന്ന ദൈവസഭയാകാൻ ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. വായിക്കാൻ താട്ട്. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. നിന്നെ ഇനി അസൂബ ലത എന്ന് വിളിക്കുകയില്ല. നിന്റെ ദേശത്തെ ഹെമാമ ശൂന്യ എന്നും പറയുകയില്ല. നിനക്ക് ആ ആ ആ ആ ആ യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. നിന്റെ ദേശത്തിന് വിഭാഗം കഴിയും. യൗവനക്കാർ കന്യകയെ വിഭാഗം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ തന്നെ വിഭാഗം ചെയ്യും. സ്തോത്രം. ഇനി വിഭാഗം നടക്കാൻ പാടില്ല എന്ന് കുറേ പള്ളിപ്പാർക്ക് ചിലർക്ക് ആഗ്രഹമുണ്ട്. കാരണം സ്വോത്ര കാഴ്ച കുറയും. സ്വോത്ര കാഴ്ച കുറയും, കശേര ഒന്നൊഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഇടയിലോട്ട് നമ്മൾ കിടന്നു പോകുമ്പോൾ ഓർത്തോണം. ഞാൻ ഹല്ലേലൂയ 35, 40, 42 വയസ്സൊക്കെയായ പൊമ്പിള്ളാരിരുന്ന് ഹല്ലേലൂയ അവരുടെ പാവ്യാകെ കെട്ടപ്പെട്ടു പോയിരിക്കുന്ന ഒത്തിരി ആളുകൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു വീട്ടിൽ 2 അമ്മ, 1, 2, 5, 10, 100 ഹല്ലേലൂയ. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ വീടൊന്നും വേണ്ട, വീടൊക്കെ ഞങ്ങൾ കൊടുക്കാം, അത്രയും സ്വത്തുണ്ട്, എന്ത് വേണമെങ്കിലും കൊടുക്കാം. കാറ് വേണമെങ്കിൽ പുള്ളിക്ക് തറയിൽ കൂടിയല്ല ഉയരെ കൊടുക്കണമെങ്കിലും കൊടുക്കും. പക്ഷേ ഹല്ലേലൂയ കല്യാണം നടക്കുന്നു. വേദപുസ്തകം പറയുന്നു നിന്റെ ദേശത്തിന് വിഭാഗം നടക്കും. ഹല്ലേലൂയ. വിഭാഗം നടക്കും. വിഭാഗം നമ്മളാരും നിയമിച്ചതല്ല. യഹോവയായ ദൈവത്തിന്റെ കൽപ്പനയും പ്രമാണത്തിലുമുള്ള വിഭാഗം നടക്കപ്പെടും. ആ വിഭാഗം നടക്കപ്പെടണമെങ്കിൽ നീ ഇരിക്കുന്ന സഭയ്ക്കകത്ത് ഒരു പ്രാർത്ഥന വെളിപ്പെടണം, ഒരു ആരാധന വെളിപ്പെടണം. ഹല്ലേലൂയ. തക്ക സമയത്ത് ദൈവം യോജിച്ച് ഹല്ലേലൂയ ചേർത്ത് സന്തോഷമുള്ള ജീവിതം ഉണ്ടാക്കുവാൻ പ്രാർത്ഥിക്കപ്പെടണം. ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം വിളിക്കപ്പെടാത്ത പല സഭകൾക്ക്, സംഘടനകൾക്കകത്ത് ആത്മാവിന്റെ ഫലമെന്തെന്ന്, ജ്ഞാനത്തിന്റെ ആത്മാ
ആത്മാവില്ലാതെ, പരിജ്ഞാനത്തിന്റെ ആത്മാവില്ലാതെ പലരും ഇറങ്ങി പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ വിവേചനമില്ല, വെളിപ്പാടില്ലാതെ ജനം മര്യാദ കെട്ട് നടക്കുന്ന ലോകത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കപ്പെടുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് വേണം. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങളെ നിന്നോട് മുൻകൂട്ടി അറിയിക്കുമെന്ന് ദൈവത്തിന്റെ പ്രമാണം പഠിപ്പിക്കുമ്പോൾ ഇന്ന് പോൽക്കാല യേശുവിന്റെ നാമത്തിൽ എത്ര പേരാ കൽപ്പന ഏറ്റെടുക്കും, എത്ര പേരാ പ്രമാണം അനുസരിക്കും, എത്ര പേര് ഈ തീരുമാനത്തിലെത്തോ? ഓഹോ, ചുടബല ഹൈഡവന ഘടകസിയ വൈക. മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളുമേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ആരാധിച്ച് മറിഞ്ഞ് കൈപൊക്കിയത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നാളെ തന്നെ മറച്ചു വെച്ച് കളയുമെന്ന് പറയും, തോന്നും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പോയിട്ട് അടുത്ത് വരുന്നതും ഇത്രയാണതുള്ളൂ. ഹല്ലേലൂയ. ഇതല്ല ഇവിടെ പറയുന്ന ഉപദേശം കേട്ടോ, ബൈബിളിലെ ഉപദേശം അനുസരിക്കുക. ആമേൻ. വായിക്കാം. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്, അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തോളം ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കോളം അവന് സ്വസ്ഥത കൊടുക്കരുത്. ദൈവത്തിന്റെ പ്രവൃത്തി ഭൂമിയിൽ വെളിപ്പെട്ട് വരുന്നത് വരെ നീ അടങ്ങി ഇരിക്കരുതെന്നും ആരാധനയും പ്രാർത്ഥനയും സുവിശേഷവും നിന്റെ ജീവിതത്തിൽ ഒരു അടയാളമായിരിക്കണം. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദൈവവചനം നിങ്ങളുടെ ഉള്ളറകളെ ഇന്ന് പൽക്കാല ക്രിയ ചെയ്യട്ടെ. ഈ വചനം നിങ്ങളുടെ ഉള്ളറകളെ തുറക്കുമാറാകട്ടെ. ഈ വചന ചില രോഗങ്ങളെ പൊട്ടിച്ചെടുക്കട്ടെ. ഈ വചന ചിലരെ അഭിഷേകം ചെയ്ത് ആനന്ദ തൈലം കൊണ്ട് പോഷിപ്പിക്കുമാറാക്കാൻ